ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മത്തിക്കറിയും മത്തി ഫ്രൈയും ഒക്കെയാണ്. ഇപ്പോൾ മത്തിയുടെ സീസണാണല്ലോ, അപ്പോൾ ഒരുപാട് മത്തി മീൻ വരാറുണ്ട്, മാർക്കറ്റിലും മീൻകാരിയും ഒക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകാരി കൊണ്ട് തന്ന മത്തിയാണ് ഞാനിവിടെ വാങ്ങി നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. ഇവിടെ പതിവായിട്ടൊരു മീൻകാരി മീൻ കൊണ്ടുവരാറുണ്ട്, അവരുടെ അടുത്തുനിന്ന് വാങ്ങിയതാണ്. അവർ കട്ട് ചെയ്ത് തന്നതാണ്. എന്നാലും ചെതുമ്പലൊന്നും നല്ലതുപോലെ പോയിട്ടില്ല. അപ്പോഴും ഞാൻ നല്ലതുപോലെ ചെതുമ്പലൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് നല്ല വൃത്തിയായിട്ടൊരു 3-4 വെള്ളം കഴുകി എടുക്കുകയാണ്. നാട്ടിലേക്കാട്ടി നല്ല ലാഭത്തിന് ഇവിടെ മീൻ കിട്ടാറുണ്ട്. ഇത് 200 രൂപയുടെ മീനാണ് കേട്ടോ. ഞാൻ എണ്ണി നോക്കിയപ്പോൾ 59 മീനുണ്ട്. അവരിങ്ങനെ വാരി ഇടുകയാണ് ചെയ്യാറുള്ളത്. മത്തിയുടെ സീസൺ ആയതുകൊണ്ടാണ് ഇത്രയും ഇനി വാരി ഇട്ട് തന്നത്, അല്ലെങ്കിൽ അവർ എണ്ണിത്തരാറാണുള്ളത്. മീൻ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാനിത് 3ആയിട്ടൊന്ന് തിരിച്ച് വയ്ക്കുകയാണ്. കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കണം, കുറച്ച് വറുക്കണം, കുറച്ച് കറി വയ്ക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ തിരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ മത്തിയുടെ ഉള്ളിൽ നിറച്ച് മുട്ടയൊക്കെ ഉള്ള പരുവമാണ്. നെയ്യൊക്കെ വെച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. നെയ്യ് വയ്ക്കുന്ന സമയമായിട്ടില്ല, മത്തി ഇങ്ങനെ കഴുകുമ്പോഴൊക്കെ നമ്മുടെ കയ്യിലിങ്ങനെ നിറച്ച് നെയ്യ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴൊന്നും ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യുകയാണ്. കറി വയ്ക്കാനായിട്ട് ഞാൻ കുറച്ച് മീൻ ബാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വയ്ക്കാൻ പോവുകയാണ്. ഈ ഒരു പാത്രത്തിൽ അടച്ച് ഞാനങ്ങ് ഫ്രീസറിൽ വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോഴേക്കും ഈ മീനിൽ ഉപ്പും മുളകും ഒക്കെ പിടിച്ചിരിക്കും. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴും കറി വയ്ക്കുമ്പോഴും ഒക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ ഉണക്കമീൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഫ്രൈ ഒരു സൈഡായി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. എല്ലാം തിരിച്ചിട്ട് കൊടുത്ത ശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അത് ഫ്രൈ ആയി വരട്ടെ. അപ്പോഴും ഞാൻ കറി വയ്ക്കാനായിട്ട് തുടങ്ങുകയാണ്. മൺചട്ടി സ്റ്റവിലേക്ക് വെച്ചിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. കറിവേപ്പിലയൊക്കെ നല്ലതുപോലെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം. മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉള്ളി ചതച്ചതിട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയോ സവാളയോ ഏതായാലും മതി കേട്ടോ. ഉള്ളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. തീ ഒരുപാട് കൂടി പോകരുത്, മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ഇപ്പുറത്ത് നമ്മുടെ മീൻ ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കറി പൗഡർ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി, ഇത്രയും കൂടി ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. എണ്ണ വേണമെങ്കിൽ മാത്രം ഇപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന ആ കുടംപുളി അങ്ങ് ചേർത്ത് കൊടുക്കാം. ചെറുതായി കീറിയ ഒരു 5-6 അല്ലി കുടംപുളിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ഒരുപാടങ്ങ് കൂടിപ്പോകണ്ട, ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത്. വെള്ളം ആവശ്യത്തിന് ചേർത്ത ശേഷം കറി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളത് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ഇനി നമുക്ക് ഈ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ മത്തി ചേർത്ത് കൊടുക്കുക. നേരത്തെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിരുന്ന ആ മത്തിയില്ലേ, അതങ്ങ് ചേർത്ത് കൊടുക്കാം. പതുക്കെ ഒന്ന് ഇളക്കി നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 3 മിനിറ്റ് സമയം കൊണ്ട് നമുക്കിത് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ രുചികരമായ മത്തിക്കറിയും മത്തി ഫ്രൈയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.